ശരീരത്തിന് ആവശ്യമായ ഇങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നട്ടു വളർത്തിക്കൊണ്ടിരിക്കണം. പച്ചക്കറി നമ്മൾ വർഷത്തിലൊരു പ്രാവശ്യം എന്ന രീതിയിലല്ല, നമ്മൾ വീട്ടിൽ എന്ന് വേണമെങ്കിലും നമുക്കിങ്ങനെ നട്ടു വളർത്തിക്കൊണ്ടിരിക്കാം. വള്ളി വലിക്കാനാകുമ്പോൾ വള്ളി വലിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ കുഴിയൊക്കെ കുഴിച്ച് നമുക്കിതുപോലെ നട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അതാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഒരിക്കൽ നട്ട് കായപിടുത്തമൊക്കെ കഴിഞ്ഞ് അത് വീണ്ടും വള്ളി വലിച്ചിട്ട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ നമുക്ക് കുഴിയൊക്കെ കുത്തി ഇതേപോലെ നട്ടുകൊണ്ടിരിക്കാം. എന്നാൽ എപ്പോഴും നമുക്ക് ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഒരു 4 കുഴിയും കൂടി കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചപ്പ് ചോറുകളൊക്കെ നിറച്ച്, പിന്നെ കരിയിലിൻ്റെ പൊടി മാത്രം നേരെ നിറച്ച് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ നടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നട്ടു നോക്കുക, എന്തായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് എന്ന് മനസ്സിലാവും. ഞാൻ പൂർണ്ണമായിട്ട് കാണിച്ചു തരാം. ആദ്യം നമ്മൾ കുഴി കുത്തിയിട്ട് പിന്നെ ചപ്പ് ചവറ്, പിന്നെ നമ്മളെ തോട്ടത്തിലുള്ള പുല്ലുകൾ അതൊക്കെ പറിച്ച് ഇതിൻ്റെ അടിയിലിട്ട്, പിന്നെ അതിൻ്റെ മേലെ കരിയിലിട്ട്, പിന്നെ നമ്മൾ ഈ കരിയില പൊടിയുണ്ട്, മണ്ണും കരിയില പൊടിയും കൂടി ചേർന്നത്, അതതിൻ്റെ മുകൾ ഭാഗത്തിട്ട് ഇനി അതിൻ്റെ മേലെയാണ് നമ്മൾ വിത്തുകൾ നടുക. അപ്പോൾ ഇതാണ് കരിയിലപ്പൊടി. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല വേരൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ട് ചെടികൾക്കൊക്കെ നല്ല പോഷകം ഉണ്ടാവും. ഒരിക്കലും അടഞ്ഞ മണ്ണിൽ നമ്മളിതൊന്നും ചെയ്യരുത്. ഒരു ബക്കറ്റ് മണ്ണും കൂടി ഇട്ടാൽ ഇതിവിടെ ഫില്ലായി. അപ്പോൾ അടഞ്ഞ മണ്ണിൽ നമ്മൾ തൈകൾ നട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇങ്ങനെയുള്ളതാകുമ്പോൾ അതിൻ്റെ വേരായാസം നല്ല രീതിയിൽ വളർന്നു നല്ല വളർച്ചയും അതിനുള്ള നല്ല വളം വലിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അല്ല ഈ നമ്മൾ ഈ അടഞ്ഞ മണ്ണിൻ്റെ അതിലേക്ക് കൊത്തിയിട്ട് കഴിഞ്ഞാൽ മുളച്ച് വരാനും പിന്നെ മുളച്ചിട്ട് അതിൻ്റെ വേരുകൾ പായാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ മണ്ണ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് പോഷകം നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ്. അപ്പോൾ ഇതിലൊക്കെ കണ്ട് നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വളത്തിൻ്റെ ആവശ്യമൊന്നും നമുക്ക് കൂടുതലായിട്ടൊന്നും വരില്ല. അപ്പോൾ 4 തടമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലൊന്നിൽ കൈപ്പങ്ങ, ഒന്നിൽ മത്തൻ, ഒന്നിൽ ചിരങ്ങ, കുമ്പളം, ഒന്നിൽ വെള്ളേരി, അങ്ങനെ 4 എണ്ണം നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പച്ചക്കറി ഇനങ്ങളൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റുകളെ പോലെ കുരുമുളക് പോലൊന്നും ചെയ്യലൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ രാസവളമൊന്നും ഉപയോഗിക്കാതെ പിന്നെ കീടനാശിനി ജൈവ രീതി മാത്രമായിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അപ്പോൾ അത് കിട്ടുന്നത് കിട്ടിയാൽ മതി. പിന്നെ പച്ചക്കറി കൃഷിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് കിട്ടുന്ന വെള്ളേരി, കുമ്പളം, മത്തൻ, കയ്പ എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഇലവർഗ്ഗങ്ങളും യഥേഷ്ടം നമുക്ക് ലഭിക്കും. ഇതുപോലുള്ള ഇലവർഗ്ഗങ്ങളും നമുക്ക് നമ്മുടെ ആരോഗ്യ ഗുണത്തിനുള്ള ഭക്ഷണമാക്കി ഉപയോഗിക്കാം. അതിനിടയിൽ നമുക്ക് ചിരങ്ങ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ ഇലകളും നമുക്ക് ആരോഗ്യ ഗുണമായിട്ടുള്ള ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒട്ടുമിക്ക രോഗങ്ങളും നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഒന്നാമത് നമ്മുടെ മൊബൈലിൻ്റെ കടന്നുകയറ്റത്തോടു കൂടിയുള്ള ഉറക്കം നഷ്ടപ്പെടുത്തലും കൃത്യനിഷ്ഠമില്ലാത്ത ജീവിത രീതിയും ശരീരമനങ്ങാത്തുള്ള ഇരുത്തവുമൊക്കെയാണ്. രണ്ടാമത് നമ്മുടെ ഭക്ഷണ രീതിയും ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിലുള്ള അപാകതയും രുചി തേടിയുള്ള അലച്ചിലുമാണ്. അപ്പോൾ രുചിയും ഇതൊന്നും വേണ്ട എന്നല്ല, ആവശ്യത്തിനൊക്കെ വേണം. എന്നാലും നമ്മൾ വീട്ടിൽ ഇതേപോലെയൊക്കെ ചെയ്ത് നമ്മൾ ഇതൊക്കെ ഭക്ഷണമാക്കി തീർത്താൽ കുറേയൊക്കെ രോഗങ്ങളിൽ നിന്നും മറ്റുമൊക്കെ സമാധാനം ഉണ്ടായി നമുക്ക് സന്തോഷം സമാധാനത്തിലൊക്കെ ജീവിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഇതൊക്കെ പച്ചക്കറി ഉണ്ടാക്കുന്ന നാട്ടു പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ് പലരും സപ്ലൈ ചെയ്യുന്നുണ്ട് ഇലകളൊക്കെ. എന്നാലും അതിൽ വിഷം കലർന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് നമ്മൾ ഉണ്ടാക്കിയത് മാത്രമേ വിശ്വസിച്ച് കഴിക്കാൻ കഴിയൂ. കാരണം പ്രത്യേകിച്ച് ചെടിക്കൊക്കെ അടിച്ചു കൊടുക്കുന്ന കീടനാശിനിയൊക്കെ അതിൻ്റെ ഇലയിൽ പറ്റി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നല്ലത് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഇനി നമുക്കിതിൽ വിത്തുകൾ ഗ്ലാസ്സിൽ മുളപ്പിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ നമുക്ക് ഇതിൽ നട്ടുപിടിപ്പിക്കാം. നമ്മളിപ്പോൾ ഗ്ലാസ്സിൽ മുളപ്പിച്ചൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ടിപ്പോൾ
നേരിട്ട് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഇത്തവണ നമ്മളുണ്ടാക്കിയ വിത്ത് തന്നെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ വിത്തുകൾ നടുന്നതൊക്കെ നമുക്കറിയാം, എന്നാലും നമ്മളൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ കൂർപ്പുള്ള ഭാഗം അടിയിലേക്കാക്കിയിട്ടാണ് നടേണ്ടത്. ഇതുപോലെ അതുപോലെ ചിരങ്ങയുടെ ഭാഗം ഇങ്ങനെ. ഇത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലാത്തവർക്ക് പുതിയതായിട്ടുള്ള ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ വിത്തുകളെല്ലാം നമ്മൾ നട്ടിട്ടുണ്ട്. ഇനിയൊന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.